ഇവിടെ ഇരിക്കുന്ന പലർക്കും അറിയത്തില്ല എന്ത് ദൈവം എൻ്റെ കാര്യത്തിൽ ഇടപെടുമെന്ന്. ആ ബോധ്യം ഉണ്ടായിരുന്നേ മുഖം ഈശ്വരോട് തെളിഞ്ഞേനെ. ഇപ്പോഴും എവിടെയോ ദുഃഖമുണ്ട്. പിശാചിന് വരെ അറിയാം എന്ത് ദൈവം വന്നിരിക്കുന്ന എൻ്റെ കാര്യത്തിൽ ഇടപെടാനാണെന്ന്. എന്നാൽ ഇന്നൊന്ന് വിശ്വസിച്ച്, ഇന്ന് ഞാൻ ഈ മനസ്സ് തുറന്ന് അധരം തുറന്ന് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ദൈവം എൻ്റെ കാര്യത്തിൽ ഇടപെടും. എൻ്റെ സാമ്പത്തിക തകർച്ചയിൽ ഇടപെടും, എൻ്റെ കുടുംബം തകർന്ന സാഹചര്യത്തിൽ ഇടപെടും, എൻ്റെ ആത്മീയ വിഷയത്തിൽ ഇടപെടും, എൻ്റെ ജീവിതത്തിൽ ഇടപെടും. ഒന്ന് നിർത്തിയിട്ട് ഇത് വെച്ചൊന്ന് പ്രാർത്ഥിക്കണം. ഇത്രയും വെച്ചൊന്ന് നമുക്കൊന്ന് പ്രാർത്ഥിക്കണം. കാരണം ദൈവം തീർന്നിട്ടില്ല, ഞാൻ നിർത്തിയില്ല. പിശാചി ബാധൻ ചോദിക്കുകയാണ്, നീ എന്തിനാ എൻ്റെ കാര്യത്തിൽ. ഇനി എൻ്റെ ജസ്റ്റ് ഇത് പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് കേട്ടോണം. പിശാചി ബാധിതൻ കിടന്നത് എവിടെയാ? കല്ലറയിൽ. അവൻ അറിഞ്ഞായിരുന്നോ ഒരു ദൈവം അപ്പുറത്തെ മറുകരയെന്ന് വള്ളത്തിനകത്ത് കയറി ഇങ്ങനെ യാത്ര ചെയ്ത് എൻ്റെ അടുത്തേക്ക് വരുന്നുണ്ടെന്ന് ഈ മനുഷ്യനോട് ആരെങ്കിലും ഫോൺ വിളിച്ച് പറഞ്ഞായിരുന്നോ? അത് നോക്കി ഇവൻ കണ്ടിട്ട് പോലുമില്ല. അപ്പം നമുക്കൊന്ന് ചിന്തിച്ചേ, നമ്മളിപ്പോൾ പള്ളിക്കകത്തായിരിക്കുന്നേ, നമ്മളെ രക്ഷിക്കാൻ ഒരു ദൈവം നമ്മുടെ അടുത്തേക്ക് ഇങ്ങനെ വരുന്നുണ്ടെന്ന് ഭാവന കാണാമോ? ആരുമില്ല, നമുക്ക് നമ്മുടെ അടുത്തേക്ക് ഇതുപോലെ വരാൻ ഒരാളും ഇല്ലെന്നേ. 10 കാശും ജോലിയും പറമ്പും കാറും ഒക്കെ ഉള്ളപ്പോൾ എല്ലാവരും ഉണ്ട്. ഇച്ചിരി ഒന്ന് തകർന്നിരിക്കട്ടെ, 10 രൂപയുടെ വിഷമം വരട്ടെ, ബാങ്കിൽ നിന്ന് ജപ്തിയുടെ നടുവിലിരിക്കട്ടെ, ഒരാൾ ഫോൺ വിളിച്ചാൽ പോലും ആരും എടുക്കുകയില്ല, ആരും എടുക്കത്തില്ല. ഈ പറയുന്ന എല്ലാവരും, ഈ ചിരിച്ച് കാണിച്ച പലരും ഒരല്പം മാറിയേ നിൽക്കത്തുള്ളൂ. അവൻ ഇച്ചിരി പ്രശ്നത്തിലാണെന്നറിഞ്ഞാൽ എല്ലാവരും മാറി നിൽക്കും. ജസ്റ്റ് ഇവൻ സിമിത്തേരി കിടക്കുമ്പോഴും ദൈവം അവന് വേണ്ടി വള്ളത്തെ കയറി അതിൽ യാത്ര ചെയ്ത് ഇവിടെ വന്നിറങ്ങി കൃത്യം അവൻ്റെ അടുത്തേക്ക് വരുവാണ്. അവൻ പോലും അറിഞ്ഞിട്ടില്ല, കണ്ടിട്ടില്ല അവൻ്റെ അടുത്തേക്ക് വരുന്നൊരു ദൈവത്തെ. പക്ഷെ വിശ്വസിക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയട്ടെ, വിശ്വാസത്തിൻ്റെ കണ്ണുകളിലൊന്ന് കണ്ടേ എൻ്റെ അടുത്തേക്ക് വരുന്നൊരു ദൈവത്തെ. അടുത്ത വാക്യത്തിലേക്ക് ശ്രദ്ധയോടെ കേൾക്കുകയാണ്. അപേക്ഷിക്കുന്നു, അങ്ങ് എന്നെ പീഡിപ്പിക്കരുതേ, എന്നെ ഉപദ്രവിക്കല്ലേ പ്ലീസ് എന്ന് പിശാച് ബാധിതൻ പറഞ്ഞു. അടുത്ത വാക്യം, കാരണം റീസൺ എന്താണെന്ന് നോക്കുക. റീസൺ, കാരണം അശുദ്ധാത്മാവേ ആ മനുഷ്യനിൽ നിന്ന് പുറത്തു വരൂ എന്ന് യേശു ആജ്ഞാപിച്ചിരുന്നു. ഏത് ടെൻസിലാണ് എഴുതിയിരിക്കുന്നത്? ആജ്ഞാപിച്ചിരുന്നു, പാസ്റ്റ് ടെൻസിലാണ്. ആണോ? നോക്കൂ ആ സെൻറ്റൻസിൻ്റെ പദപ്രയോഗം. പിശാച് ബാധിതനകത്തുണ്ടായിരുന്ന പിശാചിനോട് പുറത്തു പോകാൻ യേശു ആജ്ഞാപിക്കാൻ പോവാന്നല്ല, ആജ്ഞാപിക്കുവാന്നല്ല, ആജ്ഞാപിച്ചിരുന്നു. പാസ്റ്റ് ടെൻസിലാണ് എഴുതിയിട്ടുള്ളത്. എന്നാൽ നിങ്ങൾ വായിച്ചു നോക്കിയിട്ടുണ്ടോ? 5-ാം അധ്യായത്തിൽ എവിടെയും കണ്ടില്ലല്ലോ അങ്ങനെ ഒരു പിശാചിനെ ഒഴിപ്പിക്കുന്ന ഒരു പ്രാർത്ഥനയൊന്നും കണ്ടില്ലല്ലോ. ഞാൻ അരിച്ചു പെറുക്കിയിട്ടും കണ്ടില്ല. പിന്നെന്താ അങ്ങനെ പറഞ്ഞേ? 4-ാം അധ്യായം 35-ാമത്തെ വാക്യം നോക്കിക്കേ. 4-ാം അധ്യായം 35-ാമത്തെ വാക്യം എന്താ? അത് വായിക്കുന്നതിന് മുമ്പ് അത് മുഴുവൻ വായിക്കാൻ ഒരു പക്ഷേ സമയമില്ല. സായാഹ്നം, ഒരു സന്ധ്യയായപ്പം യേശു വള്ളത്തെ കയറി അവൻ അവരോട് പറഞ്ഞു, നമുക്ക് അക്കരയ്ക്ക് പോകാം. ജനക്കൂട്ടത്തെ വിട്ട് ഇരുന്ന വഞ്ചിയിൽ തന്നെ അക്കരയ്ക്ക് പോയി. വേറെ വള്ളങ്ങൾ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തുണ്ടായി? ഒരു വലിയ കൊടുങ്കാറ്റുണ്ടായി. യേശു എങ്ങോട്ടാ പോയത്? യേശു എങ്ങോട്ടാ ഈ പ്രതിസന്ധി സമയത്ത് എങ്ങോട്ടാ പോയത്? ഈ ഇരുട്ടത്ത് ഈ മനുഷ്യൻ്റെ അടുത്തേക്ക് വരവാണ്. ഇവിടെ വച്ച് തടസ്സപ്പെടുത്തിയതാരാ ഈ വരവിനെ? ഇവിടെ പിശാച് ഒരു കളി കളിച്ചിട്ടുണ്ട്, നല്ലൊരു കളി. 4-ാം അധ്യായം 35-ാമത്തെ വാക്യം പിശാചിൻ്റെ ഒരു വലിയ പ്ലേ ആണ്, കളി. ആ യേശു ആ വള്ളത്തെ ഒരു പ്രശ്നവും ഇല്ലായിരുന്നു, കടലിൽ അന്തരീക്ഷത്തിൽ ഒരു പ്രശ്നവും ഇല്ലായിരുന്നു. പെട്ടെന്ന് എന്തുണ്ടായി? കൊടുങ്കാറ്റ്, വലിയ കാറ്റ്, തിരമാല, എല്ലാം വലിയ പ്രശ്നമായി. അങ്ങനെ കടലിൽ ജോലി ചെയ്യുന്നവരോട് ചോദിച്ചു നോക്ക്, ഇങ്ങനെ ഒരു കാര്യം കടലിൽ കണ്ടാൽ മുന്നോട്ട് പോവുമോ തിരിച്ചു പോവുമോ? ഇങ്ങനെ ഒരു മീൻ പിടിക്കാൻ പോകുന്ന വള്ളക്കാരാണ്. ഭയങ്കര കാറ്റും മഴയും തിരമാലയൊക്കെയാണ്. അപ്പോഴേ വള്ളം തിരിക്കും, വേഗം കരയ്ക്ക് പോകും, മുന്നോട്ട് പോവില്ല. കടൽ അപകട സൂചന കണ്ടാൽ, കൊടുങ്കാറ്റും തിരമാലയൊക്കെ കണ്ടാൽ മുന്നോട്ട് പോവില്ല, അപകടമാണ്, പ്രശ്നമാണ്, പോകത്തില്ല. യേശു ശിഷ്യന്മാരോട് പറഞ്ഞോ പോയാലോ എന്ന്. ഇവിടെ തിരമാലയുണ്ടായി, എല്ലാ പ്രശ്നങ്ങളും. യേശു എങ്ങോട്ട് പോകാതിരിക്കാൻ പിശാച് കളിച്ച കളിയാണ്. 4-ാം അധ്യായം കഴിഞ്ഞ് 5-ാം അധ്യായം നോക്കിക്കേ. അവർ കടലിൻ്റെ മറുകരയിൽ ഈ മനുഷ്യനെ
രക്ഷപ്പെടുത്താൻ യേശു വരരുത്, അവിടെ ചെല്ലരുത്, ഈ മനുഷ്യൻ രക്ഷപ്പെടരുത്. അതുകൊണ്ട് അതിനിടയിൽ കളിച്ച ഒരു വലിയ കളിയാണ്, ഒരു പ്രശ്നമാണിത്. കടൽ പ്രശ്നം ഉണ്ടാക്കി യേശുവിനെ തിരിച്ചുവിടാൻ ശ്രമിച്ചു. അടുത്തത് ഇത് വായിക്കുമ്പോൾ കൊടുങ്കാറ്റുണ്ടായി, തിരമാലകൾ വഞ്ചിയിലേക്ക് ആഞ്ഞടിച്ചു കയറി, വെള്ളം നിറഞ്ഞുകൊണ്ടിരുന്നു. അപ്പം പിശാചിൻ്റെ ഒരു ലക്ഷ്യമാണ് യേശുവിനെ ഈ വെള്ളത്തിനകത്ത് മുക്കുക, താഴ്ത്തുക. ആരാ മുങ്ങിയെന്ന് ഞാൻ പറയാം. മുക്കാൻ നോക്കിയവനാണോ അതോ ആരാ മുങ്ങിയെന്ന് പറയാം കേട്ടോ. ഇവിടെ പിശാച് ഒരു കളി കളിക്കുകയാണ്. ഇതിനകത്തൊരു വാക്കുണ്ട്, അതൊന്ന് വായിക്കണം. 4-ാം അധ്യായം 38-ാമത്തെ വാക്യം ഒന്ന് വായിച്ച്. 4-ാം അധ്യായം. യേശു അമരത്ത് തലയണ വെച്ച് ഉറങ്ങുകയായിരുന്നു. ആരെങ്കിലും ഒരു നേരിയ കാറ്റടിച്ചാൽ പോലും നമ്മൾ ഉറങ്ങിയല്ല തലയണ വെച്ച്. ആ മരം വീഴുവോ? നല്ല വാർക്ക വീടുണ്ടെങ്കിലും നമുക്ക് പേടിയാ. അയ്യോ ഭയങ്കര കാറ്റാണല്ലോ, വലിയ വീടുണ്ട് എന്നാലും പേടിയാ, ഭയങ്കര കാറ്റ്. ആ മരം വീഴുവോ, പ്രശ്നം ഉണ്ടാവുമോ എന്ന് പേടിയാ. ഇത് വള്ളത്തിൽ കൂടെ പോവാ. ഇവിടെ യേശു ശരിക്കും കിടന്ന് ഉറങ്ങിയെന്ന് എഴുതിയിട്ടുണ്ട്. അപ്പം യേശുവിനറിയാം പിശാച് പഠിച്ച പണി 18 നോക്കുമെന്ന്. അതുകൊണ്ടാണ് മൈൻഡ് ചെയ്യായിരുന്നത്. അതിൻ്റെ ഒരു സൂചന മൈൻഡ് ചെയ്തില്ല. ഭയങ്കര പ്രശ്നമാണ്, കൊടുങ്കാറ്റ്, വെള്ളം വഞ്ചിയിലേക്ക് ആഞ്ഞടിച്ച്. 19-ാമത്തെ വാക്യം. അവൻ പറഞ്ഞു, നീ വീട്ടിൽ സ്വന്തക്കാരുടെ അടുത്തേക്ക് പോവുക. ഇത്രയും നാളില്ലാത്ത സ്വന്തക്കാരുടെ അടുത്തേക്ക് പോകാൻ പറഞ്ഞു. ഇത്രയും നാൾ ഇന്ന് സിമിത്തേരി കിടന്നപ്പോൾ സ്വന്തക്കാരൊന്നും ഇല്ലായിരുന്നോ? ചേട്ടാനിമാരൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ സ്വന്തക്കാരൊക്കെ ആയി. ഇനി 20-ാമത്തെ വാക്യം ഒന്ന് വായിച്ച് എല്ലാവരുടെ ബൈബിൾ ഫോണിലാണേലും പുസ്തകത്തിൻ്റെ രൂപത്തിലുള്ള ബൈബിളാണേലും നോക്കണേ. 20-ാമത്തെ വാക്യം. അവൻ പോയി യേശു എനിക്ക് വേണ്ടി ചെയ്തത് എന്തെല്ലാം ചെയ്തുവെന്ന് ദെക്കോപോളിസിൽ പ്രഘോഷിക്കാൻ തുടങ്ങി. പുള്ളി ഇപ്പം വലിയ കൺവെൻഷൻ നടന്ന ടീമായി. തുണിയില്ലാതെ നടന്ന പാർട്ടിയാ. വസ്ത്രം ധരിക്കാറില്ലായിരുന്നു. കല്ലറയെ കിടന്നുകൊണ്ടിരുന്ന ആളാണ്. കയ്യിലും കാലിലും ചങ്ങലക്കിരുന്ന ആൾ ഇപ്പം അപ്പുറത്തെ പന്തലിൽ വലിയ കൺവെൻഷൻ നടത്തുക. ഏത് സ്ഥലം ഏതാ കൺവെൻഷൻ നടക്കുന്ന സ്ഥലം ഏതാ? ദെക്കോപോളിസിൽ മെഗാ ബൈബിൾ കൺവെൻഷൻ. പുള്ളി എവിടെ കിടന്നവനിപ്പോൾ എവിടെ എത്തി? ഇതാണ് ഇതിനിടയിൽ കാണുന്നതാണ് ദൈവപ്രവൃത്തി. ആമേൻ. നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമോ? ഇന്നപ്പോൾ അവനെ കാണാൻ വേണ്ടി 100 പേര് കാവൽ നിൽക്കുക പുള്ളിയെ കാണാൻ വേണ്ടി. ഈ പുള്ളി വന്നത് കല്ലറയ്ക്ക് ഒരു മനുഷ്യക്കുഞ്ഞ് ചോറ് കൊടുക്കാൻ. ചോറുണ്ടായിരുന്നോ? കാപ്പി വല്ലതും കുടിച്ചോ കുഞ്ഞേന്ന് ചോദിച്ചിട്ടില്ല ഇന്ന് വരെ. ഇപ്പം അവന് ബിരിയാണി കൊടുക്കാൻ വരെ ആൾക്കാരുണ്ട്. ഇപ്പം പുള്ളി വലിയൊരു ടീമായി. ഇപ്പം ദെക്കോപോളിസ് സ്റ്റേജിൽ നിന്ന് പുള്ളി പ്രഘോഷണം നടത്തുക. ഇപ്പം ഞാൻ നിൽക്കണത് പോലെ. സ്വപ്നം കാണാൻ പറ്റുമോ ഇങ്ങനെ ഒരുത്തിന് ഈ പൊസിഷൻ എത്താൻ പറ്റുമെന്ന്? നിങ്ങൾ പറ. എവിടെ ആരെ കൊണ്ടെങ്കിലും പറ്റുമോ? എവിടെയോ കിടന്നവൻ ഇന്ന് നിൽക്കുന്ന അഭിമാനമാണ്. അടുത്തൊരു വാക്കുണ്ട്, കുഞ്ഞു വാക്ക്, അതും കൂടെ വായിക്കാതെ അവസാനിക്കരുത്. ജനങ്ങൾ അത്ഭുതപ്പെട്ടു. ജനങ്ങൾ കണ്ണു തള്ളിപ്പോയി. ആകെ ഒറ്റപ്പെട്ടു പോയവൻ അങ്ങനെ ഒരു പൊസിഷനിൽ ഇരിക്കുന്ന കണ്ടപ്പം ജനങ്ങൾ അത്ഭുതപ്പെട്ടു. അപ്പം ദൈവം ഒരാളെ അനുഗ്രഹിക്കുമുണ്ടല്ലോ, അറിയാവുന്ന പലരും ഇവൻ്റെ കുടുംബമോ, ആ ആളുടെ മകനോ, ആ ആളുടെ കുടുംബമോ അത്ഭുതപ്പെടും. ആമേൻ. അത്ഭുതപ്പെടുന്ന നിലയിൽ ദൈവം കൊണ്ടെന്ന് വച്ചു.